ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. 2-നെതിരെ 3 ഗോളുകൾക്കായിരുന്നു നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അവരെ പരാജയപ്പെടുത്തിയത്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് വേണ്ടി മിലങ്കോവിച്ച്, ഗിബ്സ് വൈറ്റ്, ക്രിസ് വുഡ് എന്നിവരാണ് ഗോളുകൾ നേടിയത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഗോളുകൾ ഹൊയ്ലുണ്ട്, അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് എന്നിവരായിരുന്നു സ്വന്തമാക്കിയിരുന്നത്. തുടർച്ചയായ 2ാം മത്സരത്തിലാണ് യുണൈറ്റഡ് ഇപ്പോൾ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. നേരത്തെ ആഴ്സണലിനോട് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് റൂബൻ അമോറിമിൻ്റെ യുണൈറ്റഡ് പരാജയപ്പെട്ടിരുന്നു. ഏതായാലും ഈ തോൽവിയെക്കുറിച്ച് ഇപ്പോൾ ചില കാര്യങ്ങൾ റൂബൻ അമോറിം പറഞ്ഞിട്ടുണ്ട്. അതായത് വേണ്ടത്ര ക്വാളിറ്റി ഈ ഒരു മത്സരത്തിൽ തങ്ങളുടെ ടീമിന് ഇല്ലായിരുന്നു എന്ന കാര്യം അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഏതായാലും റൂബൻ അമോറിം പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. മത്സരം വളരെ കടുത്തതായിരുന്നു. മോശമായ രീതിയിലാണ് ഞങ്ങൾ മത്സരം തുടങ്ങിയത്. ആദ്യം തന്നെ ഗോൾ വഴങ്ങിയതിന് ശേഷം ഫൈറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. ഫൈനൽ തേർഡിലെ മൂവ്മെൻറ്റുകളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. 2ാം പകുതിയുടെ തുടക്കവും മോശമായിരുന്നു. ഗോളുകൾ വഴങ്ങിയതിന് ശേഷം പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ശ്രമിച്ചു, പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. കാരണം ഞങ്ങൾക്ക് വേണ്ടത്ര ക്വാളിറ്റി ഇല്ലായിരുന്നു. മാത്രമല്ല വേണ്ടത്ര അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, സ്പോർട്ടിംഗ് CPയിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ മികച്ച പ്രകടനമായിരുന്നു അവർ നടത്തിയിരുന്നത്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തിയതിന് ശേഷം ആ ഒരു കഷ്ടകാലം ഇപ്പോഴും യുണൈറ്റഡ് തുടരുകയാണ്. അത് റൂബൻ അമോറിമിനും വളരെ നിരാശ നൽകുന്ന ഒരു കാര്യമാണ്. പോയിന്റ് പട്ടികയിൽ നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 13ാം സ്ഥാനത്താണുള്ളത്. 15 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് കേവലം 19 പോയിന്റുകൾ മാത്രമാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.